മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ജോയിന്റ് കൗൺസിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലായൻ ഗ്രൗണ്ടിൽ സെക്കുലർ വാൾ എന്ന പ്രോഗ്രാം CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ, CPI ജില്ലാ കൗൺസിൽ അംഗം PV ചന്ദ്രബോസ്, തൃപ്പൂണിത്തുറ മണ്ഡല സെക്രട്ടറി AK സജീവൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA അനീഷ്, SKM ബഷീർ, EP പ്രവിത, KK ശ്രീജേഷ്, KP പോൾ, ശ്രീ ബ്രഹ്മഗോപാലൻ, അബു സി രഞ്ജി, സുബീഷ് വി, മാത്യു, സന്ധ്യാരാജ്, MC സ്റ്റൈല എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് MA അനൂപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഹുസൈൻ പുതുവന സ്വാഗതവും മേഖലാ സെക്രട്ടറി AA അൻസാർ നന്ദിയും രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് മുസ്ലിം സമുദായക്കാരോട് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ അനീതിയുണ്ട്. ആ അനീതി എന്താ? സ്ത്രീകളെ നോക്കിയിട്ട് പറഞ്ഞു, പുരുഷന്റെ പകുതി 1/3 നിങ്ങൾക്ക് കിട്ടുന്നു. ഈ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ അവരുടെ ശരീരത്തെ നിയമം അനുസരിച്ച് അവരുടെ ഭൂമി പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളായതുകൊണ്ട് അറിയാം. എന്റെ വീട്ടിൽ 30 സെന്റ് സ്ഥലമുണ്ട്, ഞാനുണ്ട്, എന്റെ പെങ്ങളുമുണ്ട്. എന്നാൽ എനിക്ക് 20 സെന്റ്, എന്റെ പെങ്ങൾക്ക് 10 സെന്റ്. അത് യഥാർത്ഥത്തിൽ അനീതിയല്ലേ? അല്ലേ? ഒരു അസമത്വമാണ്. ഒരേ ബാപ്പാടെയും ഉമ്മാടെയും മക്കൾക്ക് എന്തിനാ ഒരു പെണ്ണായി പോയി എന്നതിന്റെ പേരിൽ എന്തിനാ കുറയ്ക്കുന്നത്? അപ്പൊ ഞാനൊരു മുസ്ലിയാരോട് ചോദിച്ചു, മുസ്ലിയാർ ഇതൊരു അനീതിയല്ലേ മുസ്ലിയാരെ എന്ന് ചോദിച്ചു. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, അനീതിയല്ല, അതിന് ഞങ്ങൾക്കൊരു മാനയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ന്യായമുണ്ട്. ആ ന്യായം എന്താ? പുരുഷൻ 20, സ്ത്രീക്ക് 10. കുടുംബമാണല്ലോ സ്വത്ത്. കുടുംബത്തിന്റെ കൺസെപ്റ്റിൽ എടുക്കുമ്പോ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ഭൂമിയാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പോ ഞാൻ വിവാഹം കഴിച്ചാൽ ഞാൻ വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് 10 സെന്റ് എനിക്ക് കിട്ടും. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് 20 കിട്ടും. അപ്പൊ 20 10 എത്രയായി? 20 10 എത്രയായി? 30ആയി. എന്റെ പെങ്ങളെ വിവാഹം ചെയ്ത് ഒരു ആണാണല്ലോ വിവാഹം കഴിക്കുന്നത്, പെണ്ണല്ലല്ലോ. ആണല്ലേ വിവാഹം കഴിക്കണേ? ആണിനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നു. ആണിന് എന്ത് കിട്ടും? 20. എന്റെ പെങ്ങൾക്ക് എന്ത് കൊടുക്കും ഞാൻ? 10. അപ്പൊ 20 10 എത്രയായി? 30. അതാ ഞങ്ങളുടെ ശാസ്ത്രം. അതാ മുസ്ലിം ശാസ്ത്രം എന്ന് അവർ പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം തുല്യമായി വിഭജിക്കപ്പെടണം എന്നോ തന്നെയാണ്. അപ്പൊ 15 15 15 15 30. ആ മതേതരത്വ സമീപനം, ആ സമത്വത്തിന്റെ സമീപനം, ആ സെക്കുലറിസം, അത് ഈ രാജ്യത്ത് വാഴാൻ ആവശ്യമായ ചിന്തയും പ്രവൃത്തിയും വർത്തമാനവും നമ്മുടെ ഭാഗത്തുണ്ടാകണം. വാട്സാപ്പുകളിലൂടെ വരുന്ന 4 കള്ളപ്രചാര വേലകൾ കണ്ട് നമ്മുടെ രക്തം തിളയ്ക്കരുത്. അതെല്ലാം അബദ്ധമായ ഒരുപാട് കള്ളപ്രചാര വേലകൾക്ക് അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഇതിനെയെല്ലാം തിരിച്ചറിയാനും കഴിയത്തക്ക വിധത്തിൽ തീർച്ചയായും ഈ സെക്കുലർ ദിനത്തിൽ നമുക്ക് തീർച്ചയായും കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഈ മഹാത്മാഗാന്ധിയുടെ ഈ രക്തസാക്ഷി ദിനത്തിൽ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാം ചെയ്യേണ്ട പ്രതിജ്ഞ അതാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. ആ ദിനം നമ്മളെ വേദനിപ്പിക്കുന്നതും ആ ദിനം നമ്മുടെ ഭാവിയെ ഓർക്കേണ്ടതുമാണ്. അതിന് തീർച്ചയായും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ സെക്കുലർ സ്റ്റേറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ മതേതരത്വവും ജനാധിപത്യവും സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ സെക്കുലർ വാൾ എന്ന പേരിൽ ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിക്കുകയാണ്. മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. രാജ്യം നേരിടുന്ന മതേതരത്വത്തിൻ്റെ അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിന് എതിരായിട്ട് നടക്കുന്ന വെല്ലുവിളികൾ അത് അതിജീവിക്കുന്നതിന് പുതിയ തലമുറയെ വാർത്തെടുക്കുകയും സിവിൽ സർവീസ് സമൂഹത്തെ അതിന് അനുസൃതമായ രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടി കൂടിയായിട്ട് സെക്കുലർ വാൾ മാറുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലുൾപ്പെടെ മതേതരത്വവും ജനാധിപത്യവും ചവിട്ടിമെതിക്കപ്പെടുകയും വലിയ ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജി വലിയ ത്യാഗപൂർണമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത തിരിച്ചറിയുവാനും ഇന്ത്യൻ ഭരണഘടനയെ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള സുരക്ഷിതത്തോടു കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ
രാജ്യത്ത് കൂടുതൽ ശക്തിപ്പെട്ടു വരേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ജോയിൻ്റ് കൗൺസിൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സിവിൽ സർവീസ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പരിപാടി ഇന്നിവിടെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് കെ അഷ്റഫാണ്. രക്തസാക്ഷിത്വ ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. ഇന്നേ ദിവസം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, തീരുമാനപ്രകാരം കേരളത്തിൽ എല്ലാ ജില്ലകളിലും അതുപോലെ തലസ്ഥാനത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും സെക്യുലർ വാൾ എന്ന ഒരു പ്രതിരോധ സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം ബോധ്യമുള്ളതുപോലെ രാജ്യവും രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുമെല്ലാം വലിയ ഒരു അപകടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻഡിഎയുടെ നേതൃത്വത്തിൽ എൻഡിഎ മുന്നണി ഗവൺമെന്റ് എല്ലാ ജനാധിപത്യ മര്യാദകളെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോടതി ഉൾപ്പെടെ, അതുപോലെ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ, രാജ്യത്തെ നിയമപാലക സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെയും ഭരിക്കുന്ന സർക്കാരിന്റെയും ഇംഗിതത്തിനനുസരിച്ച് ആളുകളെ ഭയപ്പെടുത്താനും ആളുകളെ വരുതിക്ക് വരുത്താനും ഇല്ലാതാക്കുവാനും എല്ലാം ഉള്ള ഉപകരണമാക്കി രാജ്യത്തെ സംവിധാനങ്ങളെ മാറ്റിയിരിക്കുകയാണ്.